Hi, good evening, everyone. Am I audible? Good evening, sir. Good evening, sir. Good evening. So, Good evening, sir. let's start our final lecture. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ അവസാനത്തെ ലെക്ചറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത എല്ലാ ഏരിയാസും ഒന്ന് സമ്മപ്പ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അത് കൂടാതെ ഏതെങ്കിലും പോർഷൻസ് അഡീഷണൽ ആയിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കിയതിന് ശേഷം റെലവെന്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ ആ ഏരിയാസും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഈ സെഷനിൽ ആദ്യം നമ്മൾ ലാസ്റ്റ് ഡേ വരെ പറഞ്ഞു നിർത്തിയിരിക്കുന്ന കുറച്ച് MCQs ഉണ്ട്. അതിന്റെ എൻഡിൽ കുറച്ച് പോർഷൻസ് നമ്മൾ പെൻഡിങ് വെച്ചിട്ടുണ്ട്. ആ ഏരിയാസ് കൂടി ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം സിലബസ് വൈസ് ആയിട്ട് നമ്മൾ കവർ ചെയ്യാത്ത ഏതെങ്കിലും ഏരിയ കൂടി ഉണ്ടെങ്കിൽ അതും നമ്മൾ ഇന്ന് കവർ ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ദ പ്ലാൻ. അങ്ങനെയാണ് നമ്മൾ ഇന്നും മുന്നോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ബിഫോർ ദാറ്റ്, ലാസ്റ്റ് ഡേ ഞാനൊരു കമ്മ്യൂണിക്കേഷന്റെ വീഡിയോ ലെക്ചർ നിങ്ങൾക്ക് തന്നിരുന്നു. ഐ ഹോപ്പ് യു ഗൈസ് ഗോൺ ത്രൂ ഇറ്റ്, റൈറ്റ്? കമ്മ്യൂണിക്കേഷന്റെ ഫസ്റ്റ് വീഡിയോ ലെക്ചർ ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതൊന്ന് കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ അതിനുശേഷം ഇതുവരെയുള്ള പോർഷൻസിൽ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത ഏതെങ്കിലും ഏരിയാസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. എനിവേ, ഇപ്പൊ ഞാൻ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. ദാറ്റ്സ് അപ് ടു യു. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ MCQ വൈസ് ആയിട്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ പറ്റി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറിയെ പറ്റി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. മെമ്മറി സ്റ്റോറേജ് വൈസും മെമ്മറി അതേപോലെ സ്പീഡ് വൈസും നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുകയുണ്ടായി ഇനീഷ്യൽ സെഷനിൽ. അതിനുശേഷം പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി, റാം, റോം തുടങ്ങിയ കൺസെപ്റ്റ് ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് ഓൾറെഡി ഗോൺ ത്രൂ ഇറ്റ്. ആൻഡ് അതൊന്ന് അസസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു MCQ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മേ ബി ടുഡേ ഓർ ടുമോറോ. സെഷൻ കഴിയുമ്പോൾ, നാളെ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് MCQ ഗ്രൂപ്പിൽ കിട്ടും. അതൊന്ന് അറ്റൻഡ് ചെയ്യണം കേട്ടോ. ദെൻ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്നത്, ഇപ്പോഴും പറയുന്നത് ഇമെയിൽ ടെർമിനോളജീസ്, മെമ്മറി സ്റ്റോറേജിന്റെ ക്വസ്റ്റ്യൻ, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ, വെരി 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 ഇമ്പോർട്ടന്റ്. കമ്പ്യൂട്ടർ വൈറസസിനെ പറ്റി പറഞ്ഞു. വോമും വൈറസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ലോജിക് ബോംബ് കൺസെപ്റ്റുകൾ, ട്രോജൻ, ഇതെല്ലാം ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ ബഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി കണ്ടു. സോ ഇത്രയും ഏരിയാസ് ആണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അത് കൂടാതെ കുറച്ച് അഡീഷണൽ ഏരിയ നമ്മൾ തിയറിറ്റിക്കലിയും കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ പറ്റിയാണ്. സോ ബേസിക്കലി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ദർ ആർ 3 ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കണക്ടിവിറ്റിയുടെ ബേസിൽ 3 രീതിയിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഒരു ചെറിയ ഏരിയ മാത്രം കണക്ട് ചെയ്യുന്ന, ഒരു ഓഫീസിനകത്ത് വരുന്ന ഒരു കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ നോട്ട്സ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സിനെയാണ് നോഡ് എന്ന് പറയുന്നത്. സോ ഈ നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. സോ ദി കമ്മ്യൂണിക്കേഷൻ വിൽ ബി ഹാപ്പൻ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഓർ ലൈക്ക് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ലാൻ കണക്ടിവിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു റീജിയണൽ കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരു ജോഗ്രഫിക്കൽ ഏരിയ. ലാൻ എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിനകത്താണെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, മാൻ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി എറണാകുളം മൊത്തം കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക്. ഇത് മാൻ എക്സാമ്പിൾ ആണ്. ദെൻ ദർ ഇസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ലൈക്ക് നമ്മളുടെ വേൾഡ് വൈഡ് വെബ് പോലുള്ള വൈഡ് ഏരിയ നെറ്റ്വർക്ക്സും ഉണ്ട്. ദീസ് ആർ ദി 3 ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ദെൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് നോക്കുക. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും ദാറ്റ് ഇസ് കണക്റ്റഡ് ടു ഈച്ച് അതർ ഇൻ എ സ്മോൾ പ്ലേസ് സച്ച് ആസ് എ സ്കൂൾ, ഹോസ്പിറ്റൽ ഓർ എ കോളേജ് ഓർ ആൻ അപ്പാർട്ട്മെന്റ്. ഈ അപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന കമ്പ്യൂട്ടർ കണക്ടിവിറ്റി, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന്റെ കണക്ഷനെയാണ് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മോർ സെക്യൂർ ദാൻ വൈഡ് ഏരിയ ആൻഡ് മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ. ഈ രണ്ട് കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി ഇതിന് നമുക്ക് അസ്യൂർ ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സെക്യൂർഡ് ആവാനുള്ള കാരണം?
ആ ഒരു ബിൽഡിങ്ങിനകത്തുള്ള കമ്പ്യൂട്ടേഴ്സ് തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു എക്സ്റ്റേണൽ, ഒരു ഔട്ട്സൈഡ് പാർട്ടിക്ക് ഇവിടെ ഒരു കണക്ഷന്, ഈ കണക്ഷനകത്ത് യാതൊരു റോളും ഇല്ല. അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡേഴ്സിന് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മോർ സെക്യൂർഡ് ആൻഡ് സേഫ് ആയിരിക്കും LAN while comparing to other networks. Then LAN is secured because there is no outside connection with the local area network. Thus, the data which is shared is safe on a local area network that can be accessed by outsiders. That's what I said. Then ലാനിന്റെ കണക്ടിവിറ്റി സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ലാൻ എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിനകത്ത് മാത്രം വരുന്ന കണക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ സ്പീഡ് വൈസ് ലാൻ വളരെ കേപ്പബിൾ ആയിരിക്കും. അതായത് ലോക്കൽ ഏരിയ കണക്ടിവിറ്റി ആകുമ്പോൾ 100 Mbps വരെ നോർമലി സ്പീഡ് അഷ്വർ ചെയ്യാറുണ്ട്. അത്രയും വേഗത കൂടുതലായിരിക്കും. ആൻഡ് ഇതൊരു വയർ കണക്ഷൻ തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബിക്കോസ് വൈഫൈ ഇസ് ദർ. വൈഫൈ ബേസ്ഡ് കണക്ടിവിറ്റി ഇന്ന് പോസിബിൾ ആണ്. സോ വയേർഡ് കണക്ടിവിറ്റിയും ഉണ്ട്, വയർലെസ് കണക്ടിവിറ്റിയും ഇന്നത്തെ സിനാരിയോയിൽ ലാനിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ലാനുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് ഈത്തർനെറ്റ്. എത്തർനെറ്റിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. അതുകൊണ്ടാണ് ആ ഒരു കൺസെപ്റ്റ് ഞാൻ പ്രത്യേകം പറയുന്നത്. എ സിസ്റ്റം ഫോർ കണക്ടിങ് എ കമ്പ്യൂട്ടർ, കണക്ടിങ് എ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ടു ഫോം എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വിത്ത് പ്രോട്ടോകോൾസ് ടു കൺട്രോൾ the passing of information and to avoid simultaneous transmission by two or more systems. So Ethernet എന്ന് പറയുന്നത് ഒരു ലോക്കൽ ഏരിയ കണക്ടിവിറ്റി നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഈത്തർനെറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ചാർട്ടിൽ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു കണക്ടിവിറ്റിയാണ് നമ്മൾ ഈത്തർനെറ്റ് എന്ന് പറയുന്നത്. അതായത് ഡിഫറെന്റ് നോഡ്സ് ആർ, ഇതൊരു നോഡ് 1 ആണ്, ഇത് നോഡ് 2 ആണ്, നോഡ് 3 ആണ്, കമ്പ്യൂട്ടേഴ്സ് ആണ് ഇതെല്ലാം. ഈ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു നെറ്റ്വർക്ക് ഫ്രെയിംവർക്കിനെ നമ്മൾ ലാൻ എന്ന് വിളിക്കുന്നു. ഈ ലാൻ നെറ്റ്വർക്ക് വർക്ക് ചെയ്യാനുള്ള പ്രോട്ടോകോൾസും റൂളും അങ്ങനെയുള്ള ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ നെറ്റ്വർക്കിനകത്ത് കമ്മ്യൂണിക്കേഷൻ അലോ ചെയ്യുന്ന പാറ്റേൺ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആണ് ആക്ച്വലി ഈത്തർനെറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ലാൻ കണക്ടിവിറ്റിയെ തന്നെയാണ് ആക്ച്വലി ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ലാൻ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വയേർഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് കണക്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈത്തർനെറ്റ് എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. ഒരു തവണ തന്നെ രണ്ട് സിസ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ലിമിറ്റേഷൻസ് ഏർപ്പെടുത്തും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഡേറ്റ തമ്മിൽ ഒരേ സമയം പോവുക എന്ന് പറയുന്നത് മേ നോട്ട് ബി പോസിബിൾ. ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഡേറ്റ ലോസ് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഡേറ്റ ലോസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ദർ വിൽ ബി ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾസ്. ആ പ്രോട്ടോകോളുകളുടെ സപ്പോർട്ടോടു കൂടി ഡേറ്റ ട്രാൻസ്മിഷനും ഇൻഫർമേഷൻ ഷെയറിങ്ങും എല്ലാം അലോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലാനിനെയാണ്, ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലാൻ ഈസ് കോൾഡ് ഈത്തർനെറ്റ്. ഡിഡ് യു ഗോട്ട് ഇറ്റ്? എന്താണ് ലാൻ? ലാൻ എന്ന് പറയുമ്പോൾ ലോക്കൽ ഏരിയയിലുള്ള കമ്പ്യൂട്ടേഴ്സിന്റെ കണക്ഷൻ ആണ്. അത് മേ ബി വയേർഡ് നെറ്റ്വർക്ക് ആകാം, അല്ലെങ്കിൽ വയർലെസ് നെറ്റ്വർക്ക് ആയിരിക്കാം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈത്തർനെറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു സിസ്റ്റം ആണ്. ഇങ്ങനൊരു കണക്ടിവിറ്റി അലോ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഫോർ കണക്ടിങ് എ നമ്പർ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ടു ഫോം എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് ഇത്തരത്തിലുള്ള കണക്ടിവിറ്റി എഷ്യൂർ ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഈത്തർനെറ്റ് എന്ന് പറയുന്നത്. ഈത്തർനെറ്റ് വഴി they will create certain protocols. അവരുടെ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ടാകാം. ഈ പ്രോട്ടോകോൾസ് വഴി ഇൻഫർമേഷൻ പാസിംഗ് റെഗുലേറ്റ് ചെയ്യുന്നു. ഇൻഫർമേഷൻ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പോകുമ്പോൾ അതിന്റെ സ്മൂത്ത് ഫ്ലോ അഷ്യൂർ ചെയ്യാൻ വേണ്ടി, ഇൻഫർമേഷൻ ലോസ് ഇല്ലാതാക്കാനൊക്കെ വേണ്ടി ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾ ട്രാൻസ്മിഷൻ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി ഉപയോഗിക്കും. അത്തരത്തിലുള്ള പ്രോട്ടോകോൾസിന്റെ സപ്പോർട്ടോട് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട സിസ്റ്റത്തെയാണ് നമ്മൾ ഈത്തർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, so did you got the difference? LAN എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് ദി നെറ്റ്വർക്ക് കണക്ടിവിറ്റി, ടോട്ടൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ആണ് നമ്മൾ ലാൻ എന്ന് പറയുന്നത്. ആ ലാനിനകത്ത് കണക്ടിവിറ്റി അനുവദിക്കുന്ന അല്ലെങ്കിൽ കണക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ ദിസ് അറേഞ്ച്മെന്റ് ഈസ് സപ്പോർട്ടഡ് ബൈ സെർട്ടൻ പ്രോട്ടോകോൾസ് ആൻഡ് സിസ്റ്റംസ്. ദിസ് അറേഞ്ച്മെന്റ് ഈസ് കോൾഡ് ഈത്തർനെറ്റ്. ഐ ഹോപ്പ് ദിസ് വൺ ഇസ് ക്ലിയർ, റൈറ്റ്? Okay, sir. Okay. So let's move on. Next type is metropolitan area network. Metropolitan area network is popularly known as MAN.
മാൻ കണക്ടിവിറ്റി, മാൻ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട്, ഒരു സൈഡിൽ തന്നിരിക്കുന്ന ചാർട്ടിൽ നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് അവിടെ ഒരു ബിൽഡിങ്ങിനകത്തുള്ള കണക്ടിവിറ്റി അല്ല, ഒരു ഏരിയക്ക് അകത്തുള്ള പല ഓർഗനൈസേഷൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ യു ക്യാൻ സേ എറണാകുളം ജില്ലയിൽ വരുന്ന ഡിഫറെന്റ് എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു നെറ്റ്വർക്ക്. സച്ച് നെറ്റ്വർക്ക് സിസ്റ്റം ഈസ് കോൾഡ് മാൻ. മാൻ നെറ്റ്വർക്ക് കവേഴ്സ് ലാർജർ ഏരിയ ബൈ കണക്ഷൻസ് ലാൻ ടു എ ലാർജ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ലാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാനകത്ത് കുറച്ചുകൂടി, ഐ മീൻ മാൻ ഈസ് എ കളക്ഷൻ ഓഫ് ലാൻഡ്സ് എന്ന് പറയാം. ലാനുകളുടെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളുടെ ഒരു കളക്ഷനെയാണ് മാൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഹോസ്പിറ്റലിനകത്ത് ഒരു ലോക്കൽ ലാൻ ഉണ്ട്, ഹോസ്പിറ്റലിനകത്ത് മാത്രമുള്ള ഒരു കണക്ടിവിറ്റിയെ നമ്മൾ ലാൻ എന്ന് പറയും. അതേപോലെ കോളേജിനകത്ത് മാത്രം വരുന്ന ഒരു കണക്ടിവിറ്റി അഗെയിൻ ലാൻ ആണ്, മറ്റൊരു ലാൻ ആണ്. അതേപോലെ ഫാക്ടറിക്കകത്ത് യുൽ ഗെറ്റ് അനദർ ലാൻ, അതേപോലെ സ്കൂളിൽ മറ്റൊരു ലാൻ കിട്ടും. ഈ ലാൻ നെറ്റ്വർക്ക് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നെക്സ്റ്റ് ലെവൽ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയാണ് നമ്മൾ മാൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ കളക്ഷൻ ഓഫ് ലാൻഡ്സ്. ലാൻഡിനെ കളക്ട് ചെയ്തുകൊണ്ട്, ലാൻഡിനെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് വി ആർ ഏബിൾ ടു മേക്ക് എ ബെറ്റർ സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ലാർജർ നെറ്റ്വർക്ക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് മാൻ. ദി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വേരിയസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ആർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. ഈ ഒരു സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടെലിഫോൺ ലൈൻസിന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഇന്ന് വൈഫൈയുടെ സഹായത്തോടു കൂടിയൊക്കെ നമുക്ക് ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ സാധിക്കും. ദി സൈസ് ഓഫ് ദി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഈസ് ലാർജർ ദാൻ ലാൻ ആൻഡ് സ്മോളർ ദാൻ വാൻ. വൈഡ് ഏരിയ നെറ്റ്വർക്സിനെക്കാളും സ്മോളർ ആണ്, ബിക്കോസ് വൈഡ് ഏരിയ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ് ആണ് വൈഡ് ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത്. So that is a much larger scenario while comparing it with man. Then man covers a larger area like a town or city. അങ്ങനെയുള്ള ഒരു കണക്ടിവിറ്റിയാണ് മാനിനകത്ത് വരുന്നത്. Then third concept is a wide area network, WAN. Wide area network provides long distance transmission of data. The size of WAN is larger than LAN and MAN. സോ ഈ ഒരു കണക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി വേൾഡ് മൊത്തമായിട്ട്, ഗ്ലോബ് മൊത്തമായിട്ട് ഒരു കണക്ടിവിറ്റി. അങ്ങനെ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഡേറ്റ ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം അവർ കമ്പ്യൂട്ടർ ടു ദി നോഡ് ഇൻ ഓസ്ട്രേലിയ ഓർ ഇൻ അമേരിക്ക. അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. എ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ക്യാൻ കവർ കൺട്രി, കോണ്ടിനെന്റ്, ഈവൻ ഓൾ വേൾഡ്. ഇന്റർനെറ്റ് കണക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് WAN. ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് ഈസ് യൂസിങ് ദാറ്റ് സിസ്റ്റം. അതായത് നമ്മൾ പറയുന്ന വേൾഡ് വൈഡ് വെബിന്റെ സപ്പോർട്ടോടുകൂടി വർക്ക് ചെയ്യുന്നതാണ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി. സോ അത്തരത്തിലുള്ള കണക്ടിവിറ്റിയാണ് നമ്മൾ WAN എന്ന് പറയുന്നത്. അതർ എക്സാമ്പിൾസ് ഓഫ് WAN ആർ മൊബൈൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ, 4G, 3G, 5G. ഈ കണക്ടിവിറ്റി എല്ലാം WAN നെറ്റ്വർക്കിന് എക്സാമ്പിൾ ആണ്. സോ ദീസ് ആർ ദി 3 ടൈപ്സ് ഓഫ് കണക്ടിവിറ്റി. അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ദി നെറ്റ്വർക്ക്, ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിച്ച് ഈസ് യൂസ്ഡ് വിത്തിൻ എ ബിൽഡിംഗ് ഈസ് കോൾഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ബിൽഡിങ്ങിനകത്ത് വരുമ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ എന്താണ് വിളിക്കുന്നത്? ദാറ്റ് ഈസ് LAN. ഓക്കെ, സോ സച്ച് ക്വസ്റ്റ്യൻസ് മേ ബി ദെയർ. അതിനുവേണ്ടിയാണ് ഈ ഏരിയ ഡിസ്കസ് ചെയ്തത്. സോ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് ക്ലിയർ, റൈറ്റ്? Then there was another question. നമ്മൾ ഒരു മറ്റൊരു ഏരിയയിലേക്ക് പോകുന്നു. Which one of the following pairs least matches in respect of computers? കമ്പ്യൂട്ടേഴ്സിന്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഏറ്റവും മാച്ച് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് പറയാമല്ലോ. മാച്ച് ചെയ്യാത്ത ഏതാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ലേ? Yeah, this is wrong, right? ഇത് റോങ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ശരിയാണെന്നാണ്. ഓക്കെ, അവിടെ ഒരു ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. 1 GB ഈക്വൽ ടു 1024 into 1024 into 1024 into 8 bits. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഐ മീൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് കൂടാതെ പല തവണയായിട്ട് ഇത്തരത്തിലുള്ള GB to KB കൺവേർഷൻ, അല്ലെങ്കിൽ GB എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇതിന്റെ ക്രോണോളജിക്കൽ അറേഞ്ച്മെന്റുകൾ ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഈ ടേബിൾ ഒന്ന് കാണുക.
ഓക്കെ. സോ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെമ്മറിയാണ് പറയുന്നത്. സ്റ്റോറേജ് മെമ്മറി ബേസിൽ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റ് ആണ്. ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റ് ആണ്. 8 ബിറ്റുകൾ ചേർന്നാൽ ഇറ്റ് വിൽ ബിക്കം 1 ബൈറ്റ്. 8 ബിറ്റുകൾ ചേർന്നതാണ് ഒരു ബൈറ്റ്. ഓക്കെ. അതേപോലെ 1024 ബൈറ്റ്സ് ചേർന്നതാണ് ഒരു കിലോ ബൈറ്റ്. Then 1024 കിലോബൈറ്റ്സ് ചേർന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം മെഗാബൈറ്റ്. MB നമ്മൾ MB എന്ന് പറയും, ഇവിടെ KB എന്ന് പറയും. ഓക്കെ. അതേപോലെ 1024 MBs ചേർന്ന് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി GB, gigabyte. Then 1024 GB is equal to terabyte, and then 1024 terabyte is equal to petabyte. You need to know this much only. ഓക്കെ. അതിനും കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കും. ലൈക്ക് ടെറാബൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രാബൈറ്റ്, അത് കഴിഞ്ഞാൽ എക്സാബൈറ്റ്, ദെൻ സീറ്റാബൈറ്റ്, യോട്ടാബൈറ്റ്, ബ്രോൺടോബൈറ്റ് ആൻഡ് ജിയോബൈറ്റ്. ഇത്രയും ടൈപ്സ് ഉണ്ട്. ഇത്രയും ആയിട്ട് നമുക്ക് പറയാൻ പറ്റും സ്റ്റോറേജിനെ. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ടെറാബൈറ്റ് വരെയാണ്. നോർമലി TB വരെ. ബിക്കോസ് കമ്പ്യൂട്ടേഴ്സിൽ ഇപ്പോൾ നമുക്ക് സാധാരണ ഹോം യൂസിന് മേടിക്കുന്ന കമ്പ്യൂട്ടേഴ്സിൽ പോലും 1 TB സ്റ്റോറേജ് കിട്ടാറുണ്ട്. സോ 1 TB എന്ന് പറഞ്ഞാൽ അത്രയും വരെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ള പെറ്റാബൈറ്റ് ഒന്നും നമ്മളിപ്പോൾ അറിഞ്ഞില്ലെങ്കിലും വലിയ വിഷയമില്ല. പക്ഷെ നെക്സ്റ്റ് ഈസ് പെറ്റാബൈറ്റ് എന്നുള്ളത് ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിൽ കൂടുതലൊന്നും വേണ്ട. അപ് ടു പെറ്റാബൈറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ ആ ഒരു ഓർഡർ ആണ് നമുക്ക് വേണ്ടത്. ഏറ്റവും ബേസിക് യൂണിറ്റ് ബിറ്റ് ആണ്. ബിറ്റ് കഴിഞ്ഞാൽ ബൈറ്റ് വരുന്നു, ബൈറ്റ് കഴിഞ്ഞാൽ കിലോ ബൈറ്റ്, ദെൻ MB, ദെൻ GB, ദെൻ TB. സോ ദാറ്റ് വിൽ ബി ഇനഫ്. TB വരെ വരുന്ന ഏരിയ. ഓക്കെ. സോ ആ ഒരു ബേസിലാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. വി വിൽ ബി കൺഫ്യൂസ്ഡ്. നമുക്ക് അത് അറിയില്ലെങ്കിൽ 1024 ബൈറ്റ് ആണ്, 1024 ബൈറ്റ് ആണ് ഒരു കിലോ ബൈറ്റ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ല 1000 ബൈറ്റ് അല്ല, കിലോ, KG എന്ന് പറയുമ്പോൾ നമ്മൾ KG ആയിട്ട് കമ്പയർ ചെയ്ത് ചിന്തിക്കരുത്. ഇവിടെ 1 ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റുകളാണ്. ദെൻ 1 കിലോ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ബൈറ്റ്സ് ആണ്. അങ്ങനെയാണ് 1024 വെച്ചിട്ടാണ് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. റൈറ്റ്. 1024 ഇൻറ്റു 1024 ഇൻറ്റു 1024 ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം ഒരു ബിറ്റ് 8 ബിറ്റും കൂടി അവർ ആഡ് ചെയ്യുന്നു. സോ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മേ ബി റൈറ്റ് ഓർ റോങ്. സോ ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് മാച്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലീസ്റ്റ് മാച്ച്. ഇത് എക്സാക്ട്ലി ശരിയാകണമെന്നില്ല. എന്നാലും ആ കൊടി ഒട്ടും ചേരാത്ത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോം. ഓക്കെ. റോം ആണ് ഏറ്റവും തെറ്റായിട്ടുള്ളത്. ബാക്കി ജിഗാബൈറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ 8 ബിറ്റിന്റെ വേരിയേഷൻ ചിലപ്പോൾ വന്നെന്നിരിക്കും. എന്നിരുന്നാൽ കൂടിയും that is comparatively better than the third option. Okay. Anyway, so that was it. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1 terabyte of memory is equal to 1024 into what? ഏതാണ് ഇതിലേതാണ്, ഏത് ഓപ്ഷൻ ആണ് റൈറ്റ്? ഇതിൽ ഏത് ഓപ്ഷൻ ആണ് റൈറ്റ്? പെട്ടെന്ന് കമന്റ് ചെയ്യൂ. See, okay. So let's check. 1024 KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that will be 1 MB, right? 1024 KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 MB ആണ്. Okay. 1024 into 1024 KB എന്ന് പറഞ്ഞാൽ MBക്ക് തൊട്ട് മുകളിലുള്ള എന്താ? That is 1 GB. Then 1024 into 1024 into 1024. അപ്പോൾ GB കഴിഞ്ഞ അടുത്തത് that is TB. So we got the answer, right? Terabyte. അതാണ് ഈ ചാർട്ടിൽ അത് തന്നെ നിങ്ങൾക്ക് കാണാവുന്നത്. ഓക്കെ. സോ ഏറ്റവും ബേസിൽ, അതായത് കിലോ ബൈറ്റിലേക്ക് എത്തുമ്പോൾ 1024 ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കിലോ ബൈറ്റ് ആണ്. ദെൻ 1024 into 1024 ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെഗാബൈറ്റ് കിട്ടും. അതേപോലെ 1024
കിലോബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെഗാബൈറ്റ് ആണ്. അതിന്റെ ഒപ്പം 1024 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജിഗാബൈറ്റ് ആയി. വീണ്ടും 1024 ബൈറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 3 തവണ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടെറാബൈറ്റ് ആയി. ആ 3 തവണയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫൈൻ, റൈറ്റ്? Okay, next. So likewise, there was another question. A computer has main memory of 960 kilobytes. What is the exact number of bytes contained in the memory? ഒരു കമ്പ്യൂട്ടർ മെമ്മറിയിൽ 960 കിലോബൈറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര ബൈറ്റ് ഉണ്ട്? ഓക്കെ, so what's your answer? Very good. C is the answer. അല്ലേ? ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 KB is equal to 1024. അങ്ങനെയാണെങ്കിൽ 960 KB എത്രയാ? 1024 ബൈറ്റ്സ്. അങ്ങനെയാണെങ്കിൽ 960 KB എന്ന് പറയുമ്പോൾ 960 into 1024 ബൈറ്റ്സ് തന്നിട്ടുണ്ടല്ലോ. 960 into 1024. That's your answer. Okay. Then അതിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ് അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാവുന്നത്. Put the following units in the order of storage into correct order, starting with the smallest first and going down to the largest. ഏറ്റവും smallest unit ഏതാണ്? This one, right? Bit ആണ് ഏറ്റവും ചെറുത്. ബിറ്റിന് കഴിഞ്ഞു കഴിഞ്ഞാൽ it will be a byte. ബൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കിലോബൈറ്റ്. Then കിലോബൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മെഗാബൈറ്റ്. മെഗാബൈറ്റ് കഴിഞ്ഞാൽ GB. That will be 5, right? And TB, terabyte, is 6. So that's your arrangement. Okay. Bit, byte, kilobyte, megabyte, terabyte and gigabyte. Sorry, gigabyte and terabyte. So that's your order. Clear alle? So normally ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് ഇപ്പോഴത്തെ എല്ലാ പേപ്പറിലും. അതുകൊണ്ട് ദിസ് ബേസിക് ടേബിൾ, ഈ ഒരു ടേബിളിൽ ആദ്യത്തെ 5 യൂണിറ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Okay. So there was another question. ഇത് നമ്മുടെ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയാണ്. ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അത് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി ഏതാണ്? സോ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ഈ 4 ജനറേഷനിലും യൂസ് ചെയ്തിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കും IC. അതുവരെയുള്ള പ്രോസസ്സർ എന്താണ്? അതിനെ പറ്റിയായിരുന്നു ഈ ക്വസ്റ്റ്യൻ വന്നിരുന്നത്. സോ അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് നോക്കാം. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ 1946 1959 ഇടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ബേസിക് ലെവൽ കാൽക്കുലേറ്റഡ് ടൈപ്പ് കമ്പ്യൂട്ടേഴ്സിനെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ വാക്വം ബേസ്ഡ് കമ്പ്യൂട്ടർ. വാക്വം ട്യൂബിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. വാക്യൂം ട്യൂബ് ബേസ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ ടെക്നോളജിയാണ്. സോ ബേസിക് ലെവൽ അത് വാക്വം ട്യൂബാണ്. വാക്വം ട്യൂബ് കഴിയുമ്പോൾ രണ്ടാമത്തെ ലെവലിലാണ് ട്രാൻസിസ്റ്റർ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് വാസ് ഇൻ ബിറ്റ്വീൻ 1959 and 1965. ഇതാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ ടൈം പീരീഡ്. സോ ട്രാൻസിസ്റ്റർ ബേസ്ഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. തേർഡ് ജനറേഷൻ ആകുമ്പോൾ ട്രാൻസിസ്റ്ററിൽ നിന്നും IC ചിപ്പിലേക്ക്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിലേക്ക്, IC ചിപ്പിലേക്ക് മാറുന്നു. IBM അവരുടെ IC ചിപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു 1965-71 ടൈം പീരീഡിലാണ്. ഓക്കെ. ദെൻ ഫോർത്ത് ജനറേഷൻ വരുമ്പോൾ IC ചിപ്പിൽ നിന്നും മൈക്രോ പ്രോസസേഴ്സിലേക്ക് മാറുന്നു.
മൈക്രോപ്രൊസസർ ആദ്യത്തെ ടൈപ്പ് VLSI ടൈപ്പ് ആണ്. VLSI മൈക്രോപ്രൊസസർ ബേസ്ഡ് ആണ് 4th ജനറേഷനിൽ യൂസ് ചെയ്തിരുന്നത്. ദെൻ അത് 5th ജനറേഷൻ ആകുമ്പോൾ നെക്സ്റ്റ് ലെവലിലുള്ള ULSI മൈക്രോപ്രൊസസർ ബേസിലേക്ക് മാറും. സോ ദിസ് ഈസ് ദി ഓർഡർ. യു നീഡ് ടു നോ. ഒരിക്കൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, എന്നിരുന്നാൽ കൂടിയും ഇനി ചോദിക്കുവാണെങ്കിൽ ഒരു കാരണവശാലും എഴുതാതിരിക്കരുത്, അതിനു വേണ്ടിയാണ്. സോ വാക്വം ട്യൂബ് ബേസ്ഡ്, ട്രാൻസിസ്റ്റർ ബേസ്ഡ്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ബേസ്ഡ്, then VLSI based. VLSI microprocessor ആണ്, that's a type of microprocessor. Then ULSI microprocessor. So ഇതാണ് 5 ജനറേഷന്റെയും യൂസ് ചെയ്തിരുന്ന സപ്പോർട്ട് സിസ്റ്റം. ഓക്കെ അല്ലേ? സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. മൂവിങ് ഓൺ. നെക്സ്റ്റ്, എ കമ്പ്യൂട്ടർ ഈസ് a dash is a computer program that spreads by inserting copies of itself into another computer's executable code or document. Other executable code or document. So നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് വാട്ട് യു മീൻ ബൈ കമ്പ്യൂട്ടർ വൈറസ് എന്ന്, റൈറ്റ്? കമ്പ്യൂട്ടർ വൈറസ് എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. വൈറസും അതെല്ലാം പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത ടേം തന്നെയാണിത്. എ കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് സ്പ്രെഡ്സ് ബൈ ഇൻസേർട്ടിംഗ് കോപ്പീസ് ഓഫ് ഇറ്റ്സെൽഫ് ഇൻടു അനദർ. മറ്റൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റിലേക്കോ ഇതിന്റെ സ്വന്തം കോപ്പീസ് ഇൻസെർട്ട് ചെയ്യുന്നത് വഴി സ്പ്രെഡ് ചെയ്യപ്പെടുന്ന ടൈപ്പ് ഓഫ് പ്രോഗ്രാമിനെ നമ്മൾ എന്ത് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് വൈറസ്, റൈറ്റ്? ആൻസർ ഈസ് വൈറസ്. വിത്തൗട്ട് എനി ഡൗട്ട് അത് വൈറസ് ആണ്. സോ ഈ ഓപ്ഷൻസിനകത്ത് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഈ രീതിയിലാണ് പോകേണ്ടത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ നോക്കുക, നമുക്കൊരു ആൻസർ അവിടെ കിട്ടി, ആൻസറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഓപ്ഷൻസുകൾ നോക്കുക, അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബിക്കോസ് നെക്സ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ മേ ബി റിഗാർഡിംഗ് ഫയർവാൾ or antivirus. Such questions may be there. That's why നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് ഓരോ ഓപ്ഷനും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വേണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു പോകാൻ വേണ്ടി. സോ ലെറ്റ്സ് ചെക്ക് വൺ ബൈ വൺ. വിൽ സ്റ്റാർട്ട് വിത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. An operating system is a program with the following features. So what do you mean by an operating system എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനെ യൂസറുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു എന്താ പറയാ ബേസിക് ലെവലിലുള്ള ഒരു ഇന്റർഫേസ് പോലെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. So let's check. An operating system is a program that acts as an interface between software and computer hardware. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിനകത്ത് വിൻഡോസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിൻഡോസിന്റെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ബാക്കി ഏതൊരു സോഫ്റ്റ്വെയറും വർക്ക് ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ ഇപ്പോൾ വേർഡ് ഇൻസ്റ്റാൾ ചെയ്തു, വേർഡ് വർക്ക് ചെയ്യുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സപ്പോർട്ടോട് കൂടി മാത്രമേ ഈ പറയുന്ന ഡോക്യുമെന്റ്സിനെല്ലാം ഈ സോഫ്റ്റ്വെയർസിനെല്ലാം വർക്ക് ചെയ്യാൻ സാധിക്കൂ. സോ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ പ്രോഗ്രാം ദാറ്റ് ആക്ട്സ് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദി സോഫ്റ്റ്വെയർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഇറ്റ്സ് ആൻ ഇന്റഗ്രേറ്റഡ് സെറ്റ് ഓഫ് സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസ് യൂസ്ഡ് ടു മാനേജ് ഓവറോൾ റിസോഴ്സസ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടർ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേപ്പബിലിറ്റിയോട് കൂടിയായിരിക്കും. അതാണ് ഇതിലുള്ള എല്ലാ പ്രോഗ്രാംസും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. സോ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണോ അതിന്റെ വേയിലായിരിക്കും, ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ specialized software that controls and monitors the execution of all other programs that reside in the computer, including application softwares and other software, system software. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയാലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയാലും, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എക്സിക്യൂഷനും അതേപോലെ നോർമൽ റണ്ണിങ്ങിനും വേണ്ടിയുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, കീബോർഡ് റൺ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മോണിറ്റർ വർക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ, ഇതെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. വേറെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മളുടെ വിൻഡോസ് വേർഡ് അല്ലെങ്കിൽ പവർ പോയിന്റ് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ്, ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഇത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആയാലും ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആയാലും അല്ലെങ്കിൽ
ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയാലും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ആ എക്സിക്യൂഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. സോ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് ആൻഡ് മോണിറ്റേഴ്സ് ദി എക്സിക്യൂഷൻ ഓഫ് ഓൾ അതർ പ്രോഗ്രാംസ്. കമ്പ്യൂട്ടറിലുള്ള മറ്റെല്ലാ പ്രോഗ്രാമിന്റെയും റണ്ണിങ്, അതിനെ കൺട്രോൾ ചെയ്യുന്നു, അതൊന്ന് ഓവർസീ ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ടാണ് റൺ ചെയ്യുന്നു, ഓവർസീ ചെയ്യുന്നു. അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട പ്രോഗ്രാമിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഈസ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. സോ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? പെട്ടെന്നൊന്ന് നോക്കിയേക്കാം. ടു മേക്ക് ദി കമ്പ്യൂട്ടർ കൺവീനിയന്റ് ടു യൂസ് ഇൻ ആൻ എഫിഷ്യന്റ് മാനർ. ഈ പറയുന്ന പ്രോഗ്രാംസ് എല്ലാം റൺ ചെയ്യേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടറിലാണ്, റൈറ്റ്? ആ പ്രോഗ്രാംസ് എല്ലാം കൃത്യമായിട്ട് റൺ ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യലാണ് യഥാർത്ഥത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡ്യൂട്ടി. ഈ പറയുന്ന പ്രോഗ്രാംസിന്റെ എല്ലാം എക്സിക്യൂഷൻസ് മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ് മേക്സ് sure that all the programs in the computer is working smoothly. അല്ലെങ്കിൽ ഒരു എഫിഷ്യന്റ് മാനറിലാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നതെന്ന് ഉറപ്പാക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തമാണ്. The next objective is to hide the details of hardware resources from the user. ഹാർഡ്വെയർ റിസോഴ്സസ് എല്ലാം ആവശ്യമുള്ളത് മാത്രം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ചെയ്യുന്നത്. ദെൻ അതേപോലെ അൺനെസറി ആയിട്ടുള്ള ഹാർഡ്വെയർ റിസോഴ്സസുകൾ ഹൈഡ് ചെയ്തു വയ്ക്കുന്നതും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ ടു പ്രൊവൈഡ് യൂസേഴ്സ് എ കൺവീനിയന്റ് ഇന്റർഫേസ് ടു യൂസ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, അതായത് നമ്മുടെ മുന്നിലേക്ക് ഒരു സ്ക്രീനിനകത്ത് നമുക്ക് ഇന്റർഫിയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ്. അതുപോലെ മാനേജസ് ദി റിസോഴ്സസ് വിത്തിൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഓൾ ദീസ് തിങ്സ് ആർ ഓൾറെഡി ഡിസ്കസ്ഡ്. സോ ഹാർഡ്വെയർ കോമ്പോണൻസിനെ, കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ കോമ്പോണൻസിനെ സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ടോടു കൂടി വർക്ക് ചെയ്യിപ്പിക്കുന്ന പ്ലാറ്റ്ഫോം ആണ് ആക്ച്വലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, അതൊന്നും നമുക്ക് അത്ര റെലവന്റ് അല്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ മാത്രം ഈ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. സോ ദി ബേസിക് തിങ് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ വാസ് റിഗാർഡിംഗ് ഫയർവാൾ. എന്താണ് ഫയർവാൾ? A firewall is a system designed to prevent unauthorized access to and from a private network. You can implement a firewall in either hardware or software form. It is a combination of both. Firewall prevents unauthorized internet usage from accessing private network connected to the internet, especially intranets. So basically, നമ്മളുടെ കമ്പ്യൂട്ടറിനെ എക്സ്റ്റേണൽ റിസോഴ്സസിൽ നിന്നും നമ്മളുടെ നെറ്റ്വർക്കിനകത്ത് അവർ കയറേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള എക്സ്റ്റേണൽ നെറ്റ്വർക്ക് നമ്മുടെ നെറ്റ്വർക്കിനകത്ത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ആക്സസിനെ തടയാൻ ശ്രമിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ ഫയർവാൾ എന്ന് പറയുന്നത്. ഫയർവാൾ, സോ ഇതൊരു മതിൽക്കെട്ട് പോലെ ആക്ട് ചെയ്യും. സോ ദാറ്റ് ആ മതിൽക്കെട്ട് ക്രോസ് ചെയ്ത് ഇവർ എക്സ്റ്റേണൽ അറ്റാക്സ് ഒഴിവാക്കാൻ വേണ്ടിയും എക്സ്റ്റേണൽ അൺഓതറൈസ്ഡ് ആക്സസ് ഇല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് ആക്ച്വലി ഫയർവാൾ. ഫയർവാൾ എന്ന് പറയുന്ന ആന്റിവൈറസ് പോലെ ഒരു സോഫ്റ്റ്വെയർ തന്നെ ആകണം നിർബന്ധമില്ല. ആന്റിവൈറസ് എന്ന് പറയുമ്പോൾ അതൊരു സോഫ്റ്റ്വെയർ ആണ്, വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ ഫയർവാൾ എന്ന് പറയുമ്പോൾ ഫയർവാൾ ഇസ് എ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കോമ്പിനേഷൻ. രണ്ടുമാണ്, സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ചേർന്ന ഒരു കോമ്പിനേഷൻ ആണ് നോർമലി ഫയർവാൾ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് സോഫ്റ്റ്വെയറിൽ നിന്നും ആന്റിവൈറസിൽ നിന്നും ഡിഫറെന്റ് ആവുന്നത്, ആന്റിവൈറസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ മാത്രമാണ്, ഫയർവാൾ എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കോമ്പിനേഷൻ ആണ്. സോ ദാറ്റ് ഈസ് ദി ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. ഓക്കെ, സോ ബേസിക്കലി അൺഓതറൈസ്ഡ് ഇന്റർനെറ്റ് യൂസേഴ്സിനെ നമ്മളുടെ നെറ്റ്വർക്കിൽ നിന്നും തടയാൻ ഉപയോഗിക്കുന്ന ഒരു മതിലാണ് യഥാർത്ഥത്തിൽ ഫയർവാൾ. ഓക്കെ, so the terms are clear, right? ഏതെങ്കിലും ടേമിൽ ഡൗട്ട് തോന്നുന്നുണ്ടോ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയർവാളും ഒക്കെ ക്ലിയർ ആയോ? Okay, fine. Moving on to another question. Which of the following is not a web browser? So താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു വെബ് ബ്രൗസർ അല്ലാത്തത്? പറയാമോ?
Okay. Okay, right. Very good. So, what is the difference between a search engine and a web browser? Web browser is a software program that is installed in your computer, right? ഈ പറയുന്ന ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയാലും മോസില്ല ഫയർഫോക്സ് ആയാലും ഗൂഗിൾ ക്രോം ആയാലും ഇതെല്ലാം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. ഈ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിന്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാം. അതിനാണ് ഈ 3 പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നത്. ദിസ് ആർ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾഡ് ഇൻ യുവർ കമ്പ്യൂട്ടർ. വേറസ് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. ഇതൊരു ഓൺലൈൻ സെർച്ച് ഫെസിലിറ്റേഷൻ പ്രോഗ്രാം ആണ്. അതായത് ലൈക്ക് ഗൂഗിൾ ഓർ യാഹു, ഗൂഗിൾ അല്ലെങ്കിൽ യാഹു, ഇതെല്ലാം ഈ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത് എന്താ, നമുക്ക് ഓൺലൈനിൽ ഒരു ഇന്റർഫേസ് തരുവാണ്. ഓൺലൈൻ നെറ്റ്വർക്കിൽ നിന്നും നമുക്ക് വേണ്ട ഡേറ്റ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി, വേൾഡ് വൈഡ് വെബിൽ നിന്നും നമുക്ക് വേണ്ട റെലവന്റ് ഡേറ്റ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ഈ സെർച്ച് എഞ്ചിൻ ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. Whereas web browser is a program, software program that helps in connecting to the internet, and basically which will be installed in your computer itself. നോക്കാം, a web browser, commonly referred to as a browser, is a software application for accessing information on the World Wide Web. When user requests a web page from a particular website, the web browser retrieves the necessary content from the web server and then displays on the users device. നമ്മളിവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ബേസിക്കലി വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെർച്ച് എഞ്ചിൻ ആയിരിക്കും, റൈറ്റ്? വെബ് ബ്രൗസർ എന്ന് പറയുമ്പോൾ ആ സെർച്ച് എഞ്ചിനിലേക്ക് നമ്മളെ എത്തിക്കുവാണ്, അല്ലെങ്കിൽ നമ്മളെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുവാണ്. ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പിന്നീട് നമുക്ക് ഡേറ്റ ഏത് പേജാണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഡേറ്റ സെർച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കും. സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോഗ്രാം ദാറ്റ് സെർച്ചസ് ഫോർ and identifies items in database that correspond to keywords or characters specified by the user, used especially to find a particular site like on the World Wide Web. So രണ്ടു തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ഇതാണ്. വെബ് ബ്രൗസർ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ആണ്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആകാം, മോസില്ല ഫയർഫോക്സ് ആകാം, ക്രോം ആകാം, സഫാരി ആകാം, ഒപ്പേറ ആകാം, ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആയി. ദാറ്റ് പ്ലാറ്റ്ഫോം വിൽ ഹെൽപ്പ് us ടു കണക്ട് ടു ദി ഇന്റർനെറ്റ്. അത്രയും വരെയാണ് വെബ് ബ്രൗസർ ചെയ്യുന്നത്. ആ കണക്ഷനോട് കൂടി നമുക്ക് കിട്ടുന്ന ആ പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരുപാട് ഡേറ്റ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇന്റർഫേസ് ആണ് സെർച്ച് എഞ്ചിൻ. ലൈക്ക് ഗൂഗിൾ ആയിക്കോട്ടെ, യാഹു ആയിക്കോട്ടെ, അല്ലെങ്കിൽ AOL, ask.com, ഇങ്ങനെയുള്ള ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. So there were some questions regarding which of the following is not a search engine, അല്ലെങ്കിൽ which of the following is an example for search engine. Such questions were asked previously. അതുകൊണ്ട് നമ്മൾ അത് അറിഞ്ഞിരിക്കണം. ഏതാണ് സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ ആയിട്ടുള്ളത്, ഏതാണ് സെർച്ച് എഞ്ചിൻ അല്ലാത്തത്, ഏതാണ് ബ്രൗസറിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. സോ അങ്ങനെയുള്ള ബേസിക് തിങ്സ് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നത് ബിങ് ആണ്. ബിങ്, ബിക്കോസ് മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ ആണ് ബിങ്. സോ ഗൂഗിൾ നമുക്കറിയാം, യാഹു നമുക്കറിയാം, ബിങ് അറിയണം, അതേപോലെ ask.com അറിയണം. Then there are some other search engines like Baidu, AOL, then DuckDuckGo, അങ്ങനെയുള്ള ഒരുപാട് സെർച്ച് എഞ്ചിൻസും വേറെയുണ്ട്. ഇതെല്ലാം എക്സാമ്പിൾസ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. Then the convenient place to store contact information for quick retrieval in email is, നമുക്ക് പെട്ടെന്ന് ഇമെയിലിൽ നിന്നും ഡേറ്റകൾ, ഇമെയിൽ ടെർമിനോളജീസിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ദി കൺവീനിയന്റ് പ്ലേസ് ടു സ്റ്റോർ കോണ്ടാക്ട് ഇൻഫർമേഷൻ ഫോർ ക്വിക്ക് റിട്രീവൽ ഓഫ് ഇമെയിൽ. ഇമെയിൽ നമുക്ക് കോണ്ടാക്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലേസ് ഏതാണ്? സോ ഇമെയിലുള്ള ഡിഫറെന്റ് ടാബ്സും ഡിഫറെന്റ് അതിന്റെ യൂസേജിനെ പറ്റിയുമാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. സോ കോണ്ടാക്ട് ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അഡ്രസ് ബുക്കിലാണ്. അഡ്രസ് ബോക്സോ മെസ്സേജ് ബുക്കോ അല്ല,
അഡ്രസ് ബുക്ക് എന്ന് പറയുന്ന ഏരിയയിലാണ് നമുക്ക് കോൺട്രാക്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാവുന്നത്. അവിടെ നിന്നും നമുക്ക് ഡേറ്റ എടുക്കാനും സാധിക്കും. So that was a previous question, that's why just discussed. Then there was another question. SMTP is an acronym for SMTP. SMTP എന്ന് പറഞ്ഞാൽ Simple Mail Transfer Protocol. Simple Mail Transfer Protocol. So ഈ ഏരിയ ഡിസ്കസ് ചെയ്യുമ്പോൾ you need to know something about internet protocols. ഇമെയിൽ പ്രോട്ടോകോൾസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. SMTP എന്ന് പറയുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഫുൾ ഫോം ക്ലിയർ ആയല്ലോ? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. This is a protocol used for sending email over the internet. Your email client, such as നമ്മൾ ഇമെയിൽ അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏത് ക്ലയന്റും ആയിക്കോട്ടെ, ഔട്ട്ലുക്ക് പോലുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് വഴിയാണ് നിങ്ങൾ ഇമെയിൽ അയക്കുന്നതെങ്കിൽ the email client uses SMTP to send a message to the mail server, and the mail server uses SMTP to relay that message to the correct receiving mail server. So നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഔട്ട്ലുക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ ഈ മെയില് കറക്റ്റ് ആയിട്ട് ആദ്യം ചെല്ലുന്നത് സെർവറിലേക്കായിരിക്കും. അവരുടെ ഔട്ട്ലുക്കിന്റെ സെർവർ ഉണ്ടാവും. സെർവറിലേക്ക് ഈ മെയിൽ എത്തുന്നു. ദെൻ ആ അഡ്രസ്സിലേക്ക് മാച്ച് ചെയ്തുകൊണ്ട് ഈ മെയില് സെർവർ ഫോർവേഡ് ചെയ്യുന്നു. ഇത് രണ്ടും ചെയ്യുന്നത് ഈ ഒരു പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ വാട്ട് ഈസ് ദി യൂസ് ഓഫ് SMTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SMTP ആക്ച്വലി നമ്മളുടെ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൽ നിന്നും നമ്മളുടെ മെയിൽ അയക്കുന്ന ക്ലയന്റിൽ നിന്നും, മെയിൽ ക്ലയന്റ് എന്ന് പറഞ്ഞാൽ അതാണ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൽ നിന്നും അവരുടെ സെർവറിലേക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. നമ്മൾ അയക്കുന്ന മെയിൽ ഇവിടെ നിന്നും നമ്മളുടെ കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയറിൽ നിന്നും അവരുടെ സെർവറിലേക്ക് ആദ്യം പാസ് ചെയ്യുന്നു. അതിനുപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് SMTP. അതേപോലെ ആ സെർവറിൽ നിന്നും കറക്റ്റ് ലൊക്കേഷനിലേക്ക്, എങ്ങോട്ടേക്കാണോ നമ്മൾ ഇത് ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ അഡ്രസ്സിലേക്ക് ഈ മെയിലിനെ എത്തിക്കുന്നതും സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ടാണ്. So that is called SMTP, Simple Mail Transfer Protocol. Clear ആയോ? So next, other mail transfer protocols. Email protocols നമ്മൾ നോക്കുകയാണെങ്കിൽ there are a few number of protocols. IMAP ഉണ്ട്, Internet Message Access Protocol. Then SMPT, that is SNTP, SNTP. നമ്മളിപ്പോൾ പറഞ്ഞ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതേപോലെ POP3 പ്രോട്ടോകോൾ. ഇതെല്ലാം ഇമെയിൽ അയക്കാൻ വേണ്ടിയുള്ള പ്രോട്ടോകോൾസ് ആണ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇമെയിൽ പ്രോട്ടോകോൾസ്? സോ അവിടെ POP3 വരാം, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ 3, അല്ലെങ്കിൽ SNTP വരാം, അല്ലെങ്കിൽ IMAP വരാം. ഇതെല്ലാം പ്രോട്ടോകോൾസ് ആണ് ഫോർ സെൻഡിങ് ഇമെയിൽസ്. സോ POP3 എന്താണ്? POP3 stands for Post Office 3 Protocol. Post Office 3 Protocol simply reaches out to the mail server and brings back email clients. This is a simple yet standardized way which allows the user to access mailboxes and quickly download messages to the device. So what is the difference between these two? Simple Mail Transfer Protocol, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ നോഡിൽ നിന്നും ഒരു മെസ്സേജ് അയക്കുന്നു. ഈ മെസ്സേജ് ഇവിടെ നിന്നും എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും അവരുടെ സെർവറിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം സെർവറിൽ നിന്നും അത് ഫോർവേഡ് ചെയ്ത് ലൊക്കേഷനിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കുന്നു. സോ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫറിന് വേണ്ടിയാണ് ദിസ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയും. ഓക്കെ, ദെൻ POP3 വന്നു കഴിഞ്ഞാൽ POP3 സ്റ്റാൻഡ്സ് ഫോർ പോസ്റ്റ് ഓഫീസ് 3 പ്രോട്ടോകോൾ. ഈ പോപ്പ് നമ്മളുടെ മെയിൽ ബോക്സിൽ എന്തെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് POP3 നോർമലി യൂസ് ചെയ്യുന്നത്. നമ്മളുടെ മെയിൽ ബോക്സിൽ എന്തെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് സെർവറിൽ കിടപ്പുണ്ടാവും. സോ നമ്മളുടെ POP3 കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് സിംപ്ലി റീച്ചസ് ഔട്ട് ടു ദി മെയിൽ സെർവർ. ഇവിടെ നിന്നും അദ്ദേഹം, അതായത് ഈ POP3 നമ്മളുടെ മെയിൽ സെർവർ ചെക്ക് ചെയ്തിട്ട് മെയിൽ സെർവറിൽ എന്തെങ്കിലും മെസ്സേജുകൾ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, മറ്റേത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരില്ല, ഇത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ മെയിൽ സെർവറിൽ നിന്നും കൊണ്ടുവരുന്നത് POP3
പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് POP3. So this is a simple yet standardized way which allows users to access mailboxes. നമ്മൾ നമ്മുടെ മെയിൽ ബോക്സ് ചെക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അതിനുവേണ്ടി ആൻഡ് ക്വിക്ലി ഡൗൺലോഡ് മെസ്സേജസ് ടു ദെയർ ഡിവൈസ്. അവിടെ ഒന്നും നമ്മൾ മെസ്സേജുകൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിലേക്ക് എടുക്കുകയാണെങ്കിൽ പോലും POP3 പ്രോട്ടോകോൾസ് യൂസ് ചെയ്യാറുണ്ട്. Is it clear? Then next is IMAP. IMAP. This stands for Internet Message Access Protocol. This again is a standard protocol for accessing email and is a client-server protocol. Here, emails are received and held by the internet server. Unlike POP, this does not move the email. The biggest difference between POP3 and IMAP is that mail synchronization കേട്ടിട്ടുണ്ടോ? സിങ്ക്രണൈസിങ് മെയിൽ നമ്മളുടെ നോർമലി ഗൂഗിൾ ഒക്കെ എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ എടുക്കുമ്പോഴും സിങ്ക്രണൈസിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ സിങ്ക്രണൈസിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിങ്ക്രണൈസ്ഡ് മെയിൽ ആൻഡ് ഓർഡിനറി ട്രാൻസ്ഫേർഡ് മെയിൽ? അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IMAP യൂസ് ചെയ്യുമ്പോഴും POP3 യൂസ് ചെയ്യുമ്പോഴും ഡിഫറൻസ്, അതൊരു പോസ്റ്റ് ഓഫീസിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്? പോസ്റ്റ് ഓഫീസിൽ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നു എന്ന് വിചാരിക്കുക. സോ പിന്നീട് ആ പോസ്റ്റ് ഓഫീസിൽ ആ മെയിൽ ഉണ്ടാവും? ഒരിക്കലും ഇല്ല. പക്ഷെ IMAPൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റിലാണ് ഇത് സ്റ്റോർ ചെയ്യപ്പെടുക. നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരുന്നില്ല, നമുക്ക് അയച്ചു തരുന്നില്ല. പകരം ഈ പറയുന്ന മെയില് നമ്മളുടെ ഇപ്പോൾ ജിമെയിൽ ആണെങ്കിൽ ജിമെയിലിനകത്ത് കിടപ്പുണ്ടാവും, നമ്മൾ കയറി വേണം തുറന്നു നോക്കാൻ വേണ്ടി. മറ്റേത് നമുക്ക് അയച്ചു തരുവാണ്, നമ്മളുടെ സ്ക്രീനിൽ ഡെസ്ക്ടോപ്പിൽ വന്ന് കിടപ്പുണ്ടാവും ഇനീഷ്യൽ സ്റ്റേജസിലാണെങ്കിൽ. ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന IMAP ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് മെയിൽ വന്ന് കിടപ്പുണ്ടാവും. സോ we will have to open this. That is the basic difference between IMAP and POP3. So ഒന്നുകൂടി ഞാൻ പറയുന്നു, here the emails are received and held by the internet server. സെർവറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യല്ല, സെർവർ മെയിലുകൾ മേടിച്ചിട്ട് കൈവശം വയ്ക്കുകയാണ് ചെയ്യുന്നത്. കൈവശം വയ്ക്കുന്ന ഈ മെയിലിനെ പിന്നീട് നമ്മളായിട്ട് ആക്സസ് ചെയ്യണം, അല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ അടുത്ത് കൊണ്ടുവരുമല്ല, നമ്മളായിട്ട് ആക്സസ് ചെയ്യാണ് വേണ്ടത്. സോ ദിസ് ഈസ് സ്റ്റോർഡ് ഇൻ എ പ്ലേസ്. ആ പ്ലേസിനെയാണ് നമ്മൾ സെർവർ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്തതെന്ന് നമ്മൾ ഇവിടെ നോക്കുക, അല്ലാതെ ദാറ്റ് ഈസ് ഓൾറെഡി സേവ്ഡ് ഇൻ ദി സെർവർ. ഓക്കെ, സോ POP ഡസ് നോട്ട് മൂവ് ദി ഇമെയിൽസ്. POP എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചിരുന്നത്? POP അവിടെ പോയി സെർവറിൽ പോയിട്ട് മെയിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. മെയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് തരും, നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യും. ദാറ്റ് വാസ് ദി പ്രോസസ്. അവിടെ നിന്നും മെയിൽ എടുത്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യുകയാണ് POP3യിലും POP1ലും POP2ലും ഒക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടെ മെയിൽ സിങ്ക്രണൈസേഷൻ മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ, അത് ഓൾറെഡി അവിടെ സേവ് ചെയ്ത് കിടപ്പുണ്ട്, സെർവറിൽ കിടപ്പുണ്ട്. സെർവറിൽ കിടക്കുന്ന മെയിലുകൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആക്കി നോക്കാം. അത് നമ്മുടെ മൊബൈലിലും സിങ്ക്രണൈസ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഓപ്പൺ ആവും. അതേപോലെ മറ്റൊരു മൊബൈലിൽ കയറി നോക്കിയാലും അത് അവിടെ ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ടാവും, ബിക്കോസ് ദാറ്റ് ഈസ് ഓൾറെഡി ദെയർ. അല്ലാതെ നമ്മൾ അത് ഇങ്ങോട്ടേക്ക് എടുക്കുകയല്ല ചെയ്യുന്നത്, അത് അവിടെ തന്നെ സേവ്ഡ് ആണ്. ഓക്കെ, സോ ലൈക്ക് നമ്മളിപ്പോൾ ജിമെയിലിൽ നമ്മുടെ അക്കൗണ്ട് ഏത് കമ്പ്യൂട്ടറിൽ നിന്ന് ഓപ്പൺ ആയാലും കാണാമല്ലോ, നമുക്ക് വന്നിരിക്കുന്ന മെയിലുകളെല്ലാം കാണാമല്ലോ. പക്ഷേ POP3 ആണെങ്കിൽ അത് പോസിബിൾ അല്ല. POP3 ആണെങ്കിൽ ഓൾറെഡി നമ്മൾ ആ സെർവറിൽ നിന്ന് വിഡ്രോ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞു. അതല്ല ഇവിടെ IMAPൽ സംഭവിക്കുന്നത്. ഓക്കെ, so POP3 assumes that a user will be connected in a single device. However, IMAP is suitable for different devices simultaneously. ഞാനിപ്പോൾ പറഞ്ഞ ആ പോയിന്റ് ഓർത്താൽ മതി. നമുക്ക് ഏത് കമ്പ്യൂട്ടറിൽ നിന്ന് വേണമെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മളുടെ ഇമെയിലിനകത്ത് മെയിൽ കാണാൻ പാടില്ലേ? പക്ഷേ POP3 ആണെങ്കിൽ നമ്മൾ ആ ഒരു കമ്പ്യൂട്ടർ ഏത് ഡിവൈസ് ആണോ യൂസ് ചെയ്യുന്നത് ആ ഡിവൈസിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു, ഇനി അത് സെർവറിൽ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ POP3 ആൻഡ് IMAP. ഓക്കെ, SNTP ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്ലിയർ? 3 ബേസിക് ഇമെയിൽ പ്രോട്ടോകോൾസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഈ 3 ബേസിക് ഇമെയിൽ പ്രോട്ടോകോൾസും ക്ലിയർ ആണ്. ഏത് ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ചോദിച്ചോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് പോയാൽ മതി, നോ ഇഷ്യൂസ്. വി ഹാവ് ഇനഫ് ടൈം. IMAP, SNTP, then POP3.
Is it clear? Say yes or no, please. Okay. Okay, Sir, fine. clear ആണ്. Okay, fine. സോ ഇപ്പൊ ഇതുവരെ പറഞ്ഞതെല്ലാം സിമ്പിൾ മെയിലിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ അയക്കുന്ന മെയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പഴയ കത്തുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ എടുത്താൽ മതി. നമ്മളിപ്പോ ഒരു മെയിൽ അയക്കുന്നു വിത്തൗട്ട് എനി ഹൈപ്പർ ടെക്സ്റ്റ് ഓർ വിത്തൗട്ട് എനി വീഡിയോസ്, വിത്തൗട്ട് എനി ഓഡിയോസ്, അങ്ങനെയുള്ളതൊക്കെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് ആയിട്ട് വരുന്നത്. സോ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ ഡയറക്ട്ലി മെയിൽ അയക്കുവാണെങ്കിൽ അതിനെ പറ്റിയായിരുന്നു POP3യും IMAPും അതേപോലെ SMTP ഒക്കെ പറഞ്ഞത്. പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ HTTP played a vital role. ഇതിനെ പറയുന്നത് പ്രോട്ടോകോൾ സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. ദിസ് ഇസ് നോട്ട് ആൻ ഇമെയിൽ സ്പെസിഫിക് പ്രോട്ടോകോൾ. ഇമെയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റിന് വേണ്ടി മാത്രമല്ല. HTTP is used for email access using web based emails. അതായത് നമ്മളിപ്പോ ജിമെയിൽ വഴി നമുക്ക് ഫോട്ടോസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് അയക്കാൻ പറ്റും, അതേപോലെ വീഡിയോസ് അറ്റാച്ച് ചെയ്ത് അയക്കാൻ പറ്റുന്നു. ഇതെല്ലാം ഹൈപ്പർ ടെക്സ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ ബേസിക്കലി നമ്മളുടെ ജിമെയിലിലും അതേപോലെ ഹോട്ട്മെയിലിലും അങ്ങനെയുള്ള വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഇമെയിൽ ക്ലയൻസിനെ അവർക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് HTTP. വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഇമെയിൽ ക്ലയന്റും ഉണ്ട്, നമ്മളുടെ സോഫ്റ്റ്വെയർ ഇമെയിൽ ക്ലയൻസും ഉണ്ട്. ഇപ്പോ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് വാട്ട് വാസ് ദാറ്റ്, പേര് വിട്ടുപോയല്ലോ, ഔട്ട്ലുക്ക് ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടർ കിടപ്പില്ലേ? ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഒഡോറ, അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിൽ മെയിൽ വർക്ക് ചെയ്യും. നമുക്ക് മെയിലായിട്ട് മെയിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഔട്ട്ലുക്ക് പോലുള്ള പ്രോഗ്രാംസ് ഉള്ളത്. അങ്ങനെയുള്ള പ്രോഗ്രാംസിനാണ് പ്രധാനമായിട്ടും നമ്മൾ മുകളിൽ പറഞ്ഞ 3 ടൈപ്പ്, അതായത് IMAP ആയാലും സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആയാലും POP ആയാലും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. പക്ഷേ അത് കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയപ്പോൾ ഇന്നത്തെ സിനാരിയോയിൽ അത്തരത്തിൽ നമ്മൾ ഡയറക്റ്റ് സിമ്പിൾ മെയിൽസ് അല്ല അയക്കുന്നത്. ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ജിമെയിൽ അല്ലെങ്കിൽ വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഇമെയിൽ പ്ലാറ്റ്ഫോംസ് അതെ, അവിടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. ആ ഡേറ്റ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോട്ടോകോൾ HTTP ആണ്. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. Okay, Hotmail, Gmail are examples for HTTP, and it is as an email protocol. This is used to compose and retrieve emails from web-based content. So, internet-based ആയിട്ടുള്ള കണ്ടന്റിൽ നിന്നും ഇമെയിലുകൾ അയക്കാനും ഇമെയിലുകൾ റിട്രീവ് ചെയ്യാനും വേണ്ടി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉപയോഗിക്കാം. അതേപോലെ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമല്ല, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫർ, മെയിലിംഗ് മാത്രമല്ല മറ്റെന്ത് ട്രാൻസ്ഫർ ആയാലും HTTP ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നടത്താൻ സാധിക്കും. സോ ദാറ്റ് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ HTTP ആൻഡ് അതർ ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ്. ഇസ് ഇറ്റ് ഡൺ? ഇത്രയും പ്രോട്ടോകോളാണ് പറഞ്ഞത്. ഇനി കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി പ്രോട്ടോകോൾസുമായി ബന്ധപ്പെട്ട് അറിയാനുണ്ട്. ടൈപ്സ് ഓഫ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് എന്ന് പറയുമ്പോൾ ഫയൽ റിട്രീവൽ പ്രോട്ടോകോൾസ് ആർ ദേർ, ദെൻ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ് ആണ്, ഗോഫർ പോലുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്, ടെൽനെറ്റ് ഉണ്ട്, TCP IP ഉണ്ട്, HTTP ഉണ്ട്. HTTP നമ്മളിപ്പോൾ പറഞ്ഞു. സോ ഇങ്ങനെ പലതരത്തിലുള്ള ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് ഉണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇമെയിൽ പ്രോട്ടോകോൾസ് ആണെങ്കിൽ കുറച്ചുകൂടി വൈഡ് ആകുവാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. സോ ഇന്റർനെറ്റ് പ്രോട്ടോകോളിലേക്ക് വരുമ്പോൾ ഫയൽ റിട്രീവൽ പ്രോട്ടോകോൾസ്, ആ പേര് തന്നെയുണ്ട്, ഫയൽ റിട്രീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസ്. ദിസ് ടൈപ്പ് ഓഫ് സർവീസ് വാസ് one of the earliest way of retrieving information from computer is connected to the internet. You could view the names of files stored on a serving computer, but you didn't have any type of graphics and sometimes no description of the file content. You could need to have advanced knowledge of some of which files contained in the information you sought. So basically retrieval protocol എന്ന് പറയുന്നത് ഏറ്റവും പ്രീവിയസ് ആയിട്ടുള്ള ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജിലുള്ള പ്രോട്ടോകോളാണ്. ഇവിടെ നമുക്ക് വലിയ ഡേറ്റ അല്ല, അതായത് ഈ ഡേറ്റ എന്ന് പറയുമ്പോൾ സോഫിസ്റ്റിക്കേറ്റഡ് ആകാൻ നമുക്ക് പറയാൻ പറ്റില്ല, ഗ്രാഫിക് കണ്ടന്റ്സ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് പോലുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഫയൽ റിട്രീവൽ പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പ്രോട്ടോകോളിനകത്തുള്ള പോരായ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് വിസിബിൾ ആയിരിക്കില്ല. എന്താണ് നമുക്ക് വന്നിരിക്കുന്നത്, ഏത് ഡേറ്റയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് നമുക്ക് അറിയണം, എന്നാൽ മാത്രമേ ആ ഡേറ്റ എടുക്കാൻ സാധിക്കൂ. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല.
അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഫയൽ റിട്രീവൽ പ്രോട്ടോകോൾസിനകത്ത് ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ ഓർക്കേണ്ടത് ഇനീഷ്യൽ സ്റ്റേജിൽ ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ്. ഫയൽ റിട്രീവൽ പ്രോട്ടോകോൾ ഒന്നും നമ്മളോട് ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള FTP ആണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. This was one of the first internet services developed and allows users to move file from one computer to another. Using the FTP program, a user can log onto a remote computer, browse through its files and either download or upload it. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടി എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇന്റർനെറ്റിലുള്ള ഡേറ്റ ഡൗൺലോഡ് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഈ ഡൗൺലോഡിങ്ങും അപ്ലോഡിങ്ങും നമ്മൾ ചെയ്യുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിന്റെ സഹായത്തോടു കൂടിയാണ്. Okay, this can be any type of file, but the user is only allowed to see the file name. No description of the file content is included. You might encounter the file transfer protocol if you try to download any software application from World Wide Web. Many sites that offers downloadable applications use FTP protocol. So ഇതൊക്കെ ഓരോ സൈറ്റുകളും അവരവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസ് ആണ്. FTP പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, അതിന് ഉപയോഗിച്ചിരുന്ന ഇനീഷ്യൽ സ്റ്റേജിലെ പ്രോട്ടോകോൾ ഇപ്പോൾ കുറച്ചുകൂടി ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്, ഇപ്പോൾ കുറച്ചുകൂടി വേരിയേഷൻസ് വരുന്നുണ്ട്. എനിവേ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ അപ്ലോഡിംഗ് ആൻഡ് ഡൗൺലോഡിംഗ്, ഇതിന് ഇന്റർനെറ്റിൽ നിന്നും ഫയൽസ് അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള പ്രോട്ടോകോൾ ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഈസ് ഗോഫർ. ഗോഫർ offers downloadable files with more content description. ഇതിനു മുമ്പ് FTPയിലേക്ക് വരുമ്പോൾ കണ്ടന്റ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഗോഫറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. എന്താണ് ഡൗൺലോഡ് ചെയ്യുന്ന ഫയലിന്റെ സൈസ് എത്രയാണ്, എന്നാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ കുറേയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഡീറ്റെയിൽസും ഗോഫർ പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. So Gopher offers downloadable files with some content information or content description to make it easier to find the file you need. The files are arranged on the remote computer on a hierarchical manner, much like the files on your computer's hard drive are arranged. This protocol isn't widely used anymore, but you can still find some operational Gopher sites. So Gopher protocol നമ്മളുടെ FTP പ്രോട്ടോകോളിലുള്ള ഒരു പോരായ്മ മാറ്റാൻ വേണ്ടിയാണ് ഗോഫർ എമർജ് ചെയ്തത്. FTPയിൽ ഉണ്ടായിരുന്ന പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ തന്നിരിക്കുന്ന ഫയലിലെ കണ്ടന്റ് മൊത്തം കാണാൻ സാധിക്കില്ലായിരുന്നു. അതായത് ഡിസ്ക്രിപ്ഷൻ വാസ് നോട്ട് ദേർ. അതായത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കണ്ടന്റ് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, അതിനകത്ത് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നില്ല. ആ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷന് പകരം ജസ്റ്റ് ഒരു സമ്മറി വരുന്നത് ഗോഫർ പ്രോട്ടോകോൾ വന്നപ്പോഴാണ്. ഫയലിന്റെ ഒരു സമ്മറി ഉണ്ടാവും. ഫയൽ ഈസ് എബൌട്ട്, എന്താണ് ആ ടോപ്പിക്, അല്ലെങ്കിൽ ആ ഫയലിന്റെ ടൈപ്പ് ഏതാണ്, അത് MP3 ആണോ അല്ലെങ്കിൽ അതൊരു വീഡിയോ ഫയൽ ആണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഗോഫറിലാണ് കുറച്ചെങ്കിലും നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. പിന്നീട് നെക്സ്റ്റ് ലെവലിൽ ഗോഫർ ഇന്ന് യൂസ് ചെയ്യുന്നില്ല. ഗോഫർ മുമ്പുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ചില റെയർ സൈറ്റ്സ് ഒക്കെ മാത്രമേ ഗോഫർ യൂസ് ചെയ്യുന്നുള്ളൂ. ഗോഫർ മുമ്പ് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾ ആയിരുന്നു. പിന്നീട് ടെൽനെറ്റ് വരുന്നു. You can connect to and use a remote computer program by using Telnet protocol. Generally, you would Telnet into a specific application house on a serving computer that would allow you to use that application as if it were on your own computer. Again, using this protocol, you require a special software. So Telnet protocol എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു ഡിവൈസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ. ഇപ്പോൾ റിപ്പയർസിനൊക്കെ വരുന്നവർ അവർ ഡയറക്ട്ലി നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒരു സർവീസ് വരുവാണെങ്കിൽ അവർ ഡയറക്ട്ലി ഇവിടെ വരാതെ ടെൽനെറ്റ് പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഓപ്പൺ ആക്കാൻ സാധിക്കും. ഓക്കെ, നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഓപ്പൺ ആയിക്കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് പോലെ അവർക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ടെൽനെറ്റ് ഓഫർ ചെയ്യുന്നത്. ടെൽനെറ്റ് ഓഫർ ചെയ്യുന്നത് ജനറലി you would Telnet into a specific application housed on another computer. മറ്റൊരു കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയും അല്ലെങ്കിൽ മറ്റൊരു കമ്പ്യൂട്ടറിലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയും ആപ്ലിക്കേഷന്റെ ഇതായിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷന് വേണ്ടിയൊക്കെ നമുക്ക് മറ്റൊരു കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അതിനാണ് ടെൽനെറ്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള TCP/IP ആണ്. ഇതൊരു സ്ട്രീം പ്രോട്ടോകോൾ ആണ്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ
അവിടെ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ TCP/IP സപ്പോർട്ടോട് കൂടിയാണ്. Okay, it means that a connection is negotiated between client and server. Any data transmitted between those two endpoints is guaranteed to arrive. Thus, it is a so-called lossless protocol. Since TCP protocol can only connect endpoints, it is also called peer-to-peer control protocol. സോ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഡേറ്റ ഒന്നും മിസ്സാവാതെ അവിടെ നിങ്ങളുടെ നോഡിൽ എത്തുന്നുണ്ട്. അതെങ്ങനെയാ എത്തുന്നത്? ഈ കണക്ഷൻ കംപ്ലീറ്റ് ആണ്. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലുമായിട്ട് ഇറ്റ് ഈസ് കണക്റ്റഡ്, റൈറ്റ്? ആ കണക്ഷൻ ഒരു കംപ്ലീറ്റ് കണക്ഷൻ, എൻഡ് ടു എൻഡ് കണക്ഷൻ അഷ്യൂർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോട്ടോകോൾ ആണ് TCP/IP. TCP/IP എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ട്രാൻസാക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ് ഇത് പറയുന്നത്. സോ TCP/IP പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലൈവ് സ്ട്രീമിംഗ് നമുക്ക് നടത്താൻ സാധിക്കുക. സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ TCP/IP സപ്പോർട്ടോട് കൂടിയാണ് നടത്തുന്നത്. ഓക്കെ, ഓർക്കേണ്ടതാണ് സ്ട്രീം ചെയ്യുന്ന ഡേറ്റ. HTTP നമ്മൾ പറഞ്ഞു, മൾട്ടിമീഡിയ ഗ്രാഫിക്സ് അങ്ങനെയുള്ള ഫയലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് HTTP. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ദെൻ ഈ പ്രോട്ടോകോൾ റൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, സോ ദീസ് ആർ ദി ബേസിക് തിങ്സ് ദാറ്റ് യു നീഡ് ടു നോ. ഓക്കെ, ഇതൊക്കെ ബേസിക് തിങ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഏരിയയിൽ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ പറയാം. നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പ്രോട്ടോകോൾസ് എന്ന് പറയുന്ന ഏരിയ എല്ലാ വർഷവും കാണാറുണ്ട്. സോ പ്രോട്ടോകോൾസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും മറക്കരുത്. അതിന്റെ എല്ലാത്തിന്റെയും മീനിങ് ആണ് നോർമലി ചോദിക്കാറ്. അതിന്റെ SMTP എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ എലാബറേഷൻ ആണ് നോർമലി ചോദിച്ചു കാണാറ്. ഓക്കെ, സോ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. പറയൂ, ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. നോ ഇഷ്യൂ. ഒരു ഡൗട്ടും ഇല്ല. കുറച്ചുകൂടി സംസാരിക്കൂ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ പ്ലീസ്. ഓക്കെ, ഒരു ഡൗട്ടും കേൾക്കുന്നില്ല. സോ ലെറ്റ്സ് മൂവ് ഓൺ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി following file format is not a video file format? So you need to this question, ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് ഫയൽ ഫോർമാറ്റിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. ഡിഫറെന്റ് ഫയൽ ഫോർമാറ്റ്. AVI എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഫയലാണ്, അല്ലെങ്കിൽ MOV ഏത് ടൈപ്പ് ഫയലാണ്, MP4 ഏത് ടൈപ്പാണ്, JPG ഏത് ടൈപ്പ് ഫയലാണ്. സോ ഇതിൽ വീഡിയോ ഫയൽ ഫോർമാറ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. JPG എന്ന് പറയുന്നത് ഫോട്ടോ ഫോർമാറ്റ് ആണ്, നമ്മളുടെ ഫോട്ടോസ്. ഓക്കെ, അതിനൊക്കെ വേണ്ടിയാണ് JPG യൂസ് ചെയ്യുന്നത്. ബാക്കി നാലും, വെദർ ഇറ്റ് ഈസ് AVI, MOV ഓർ MP4, ഇതെല്ലാം വീഡിയോ ഫയൽ ഫോർമാറ്റ്സ് ആണ്. സോ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇമേജ് ഫോർമാറ്റ്സ് ആണെങ്കിൽ ബേസിക് ഇമേജ് ഫോർമാറ്റ് എന്ന് പറയുന്നത് GIF ആകാം, .GIF, .JPG, .PNG, ഇതെല്ലാം ഇമേജ് ഫോർമാറ്റ്സ് ആണ്. ദെൻ ഓഡിയോ ഫയൽ ഫോർമാറ്റ്സ് ആണെങ്കിൽ ഓഡിയോ ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് MPEG ആകാം, MPEG രണ്ടിലും ആകാം. ദെൻ വേവ് ആകാം, .wave, MIDI, MIDI, ദെൻ WMA. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ WMOയിലായിരിക്കും. നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്തില്ലേ, അതൊക്കെ WMA അല്ലെങ്കിൽ AAC ഫയൽ ഫോർമാറ്റ് അല്ലെങ്കിൽ ARM എന്ന് പറയുന്ന ഫയൽ ഫോർമാറ്റ്, ഇതൊക്കെ ഓഡിയോയാണ് ഉദ്ദേശിക്കുന്നത്. AIFF, then AAC, ഇതെല്ലാം ഓഡിയോ ഫയൽ ഫോർമാറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സേവ് ചെയ്യുമ്പോൾ .this എന്നായിരിക്കും കാണുക. ദെൻ വീഡിയോ ഫയൽ ഫോർമാറ്റ് ആണെങ്കിൽ അഗെയിൻ MPEG ആകാം. MPEG ഓഡിയോയ്ക്കും വീഡിയോയ്ക്കും പോസിബിൾ ആണ്. MOV, AVI, WMV, then റിയൽ വീഡിയോ, .real video എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് വരാറുണ്ട്. ആൻഡ് ഫൈനലി SWF. ഓക്കെ, ഇതെല്ലാം വീഡിയോ ഫയൽ ഫോർമാറ്റ്സിന് എക്സാമ്പിൾ ആണ്. ദെൻ ഡോക്യുമെന്റ് ഫയൽ ഫോർമാറ്റ്സ് നോക്കുകയാണെങ്കിൽ DOC ഓർ DOCX, വേഡ് ഫയൽ ഫോർമാറ്റ്സ് കാണാം. അത്
then RTF, TXT, HTML, PDF, zip. ഇതെല്ലാം ടെക്സ്റ്റ് ഫയൽ ഫോർമാറ്റ്സ് ആണ്. അതേ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ഓഡിയോ ഫയൽ ഫോർമാറ്റ്സ്? ഓഡിയോ ഫയൽ ഫോർമാറ്റ്സ് ഏതൊക്കെയാണെന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കാണാം. അതുകൊണ്ട് യു നീഡ് ടു നോ ദി ബേസിക് തിങ്സ്. Then, which of the following is generally associated with a domain name of an educational institution? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ORG is for organization. Okay, basically non profit organization ആണ് ORG യൂസ് ചെയ്യുന്നത്. Non profit organizationsന് വേണ്ടി. EDU education. .com എന്ന് പറഞ്ഞാൽ commercial entities. Profit for profit organizationsന് വേണ്ടിയാണ് commercial entities. ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് INST എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. അതിൽ എഡ്യു ആണ് എഡ്യൂക്കേഷന് വേണ്ടി, GOV ആണെങ്കിൽ ഗവൺമെന്റിന് വേണ്ടി. അത്തരത്തിലുള്ള ഡൊമൈൻ നെയിംസ് യൂസ് ചെയ്യാറുണ്ട്. The next question, which of the following is not considered as a form of secondary storage? സെക്കൻഡറി സ്റ്റോറേജ് അല്ലാത്ത ഏതാണ്? വേഗം പറഞ്ഞു. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ് നമ്മൾ പഠിച്ചതല്ലേ? Which one is not a secondary storage? വേഗം പറ. Why are you taking too much time? RAM and ROM primary storage ആണ്. Floppy disk, optical, flash drive ഇതെല്ലാം secondary storage ആണ്. ഫസ്റ്റ് ഡേയ്സ് ലെക്ചർ ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞതാണ്. Which of the following devices enable a computer to transmit data over telephone lines? ടെലിഫോൺ ലൈൻസ് വഴി കമ്പ്യൂട്ടറിൽ നിന്നും ഡാറ്റ ട്രാൻസ്മിഷൻ സംഭവിക്കുന്നത് ഏത് ഡിവൈസിന്റെ സപ്പോർട്ടോട് കൂടിയാണ്? ഓക്കെ, സോ ദാറ്റ് യു നീഡ് ടു നോ ഡിഫറെന്റ് ഡിവൈസസ്. ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിലുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചില ഡിവൈസസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, മോഡം. എ മോഡം ഈസ് എ ഡിവൈസ് or a program that enables a computer to transmit data over, for example, അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റത്തെയാണ്, ഉപയോഗിക്കുന്ന ഹാർഡ്വെയറിനെയാണ് നമ്മൾ മോഡം എന്ന് പറയുന്നത്. ടെലിഫോൺ ഓർ കേബിൾ ലൈൻസ്, കേബിൾ ലൈൻസിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ടെലിഫോൺ ലൈൻസിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഇന്നത്തെ വൈഫൈ പോലുള്ള വയർലെസ് നെറ്റ്വർക്കിന്റെ സഹായത്തോടു കൂടി നമ്മളുടെ ഡിവൈസിനെ നെറ്റ്വർക്കിനോട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്, അതിനെയാണ് മോഡം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ is stored digitally, whereas information transmitted over telephone lines is transmitted in the form of analog waves. So നമ്മുടെ മോഡത്തിന്റെ പർപ്പസ് ഇതാണ്. മോഡം ചെയ്യുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിലെ ഇൻഫർമേഷൻ, കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അനലോഗ് വേവ്സ് ആയിട്ട് ടെലിഫോൺ ലൈൻസ് വഴി ഡിജിറ്റലിനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഡിജിറ്റലിനെ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതാണ് മോഡത്തിന്റെ പർപ്പസ്. ദെൻ ഓപ്ഷനിൽ ഒരു ഹബ്ബ് കണ്ടു. ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിസിക്കൽ ലെയർ നെറ്റ്വർക്കിംഗ് ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കണക്ട് മൾട്ടിപ്പിൾ ഡിവൈസസ് ഇൻ എ നെറ്റ്വർക്ക്. അതായത് ഹബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്കിൽ ഡിഫറെന്റ് ഡിവൈസസ് കണക്ട് ചെയ്യുവാണെങ്കിൽ, ഒരു നെറ്റ്വർക്കിനകത്ത് ഡിഫറെന്റ് ഡിവൈസസ്, ഇവിടെ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നു, ഇവിടെ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നു, ഇവിടെ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നു, അതിനെ എല്ലാത്തിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ആക്ച്വലി ഹബ് എന്ന് പറയുന്നത്. ഈ ഹബിന്റെ സപ്പോർട്ടോട് കൂടി ഈ ഹബിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്. സോ നമ്മളിപ്പോ സാധാരണ കണക്ടിവിറ്റിക്ക് വേണ്ടി തന്നെ ഇപ്പോൾ ചാർജർ, ഒന്നിൽ കൂടുതൽ പ്ലഗ് പോയിന്റ് വരുന്ന ചാർജർ ഇല്ലേ, അതേപോലെ തന്നെ ഇവിടെയും ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു നെറ്റ്വർക്കിലേക്ക് ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സ്പ്ലിറ്റർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഐറ്റമാണ് ഹബ്. ഹബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സിന് ഒരു നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ അതിനെയാണ് ഹബ് എന്ന് പറയുന്നത്. ദെൻ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് സ്വിച്ച് എന്നും പറയും, സ്വിച്ചിങ് ഹബ്, അങ്ങനെയൊക്കെ അതിന്റെ ഡിഫറെന്റ് നെയിംസ് ആണ്. ഇറ്റ്സ് എ നെറ്റ്വർക്കിംഗ് ഹാർഡ്വെയർ ദാറ്റ് കണക്ട്സ് ഡിവൈസ് ഓൺ എ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ബൈ യൂസിങ് പാക്കറ്റ് സ്വിച്ചിങ് to receive and forward information on the destination device.
സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ട്. അതായത് സ്വിച്ച് ഇവിടെയാണ് വരിക. കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്വിച്ച്. ഹബ് എന്ന് പറഞ്ഞാൽ ഈ കണക്ടിവിറ്റികളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയുള്ള യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹബ്. ഓക്കെ, ദാറ്റ് ഇസ് ദി ബേസിക് ഡിഫറൻസ്. സോ ഇതൊന്നും നമുക്ക് അത്ര റെലവെന്റ് അല്ല, സ്വിച്ചും ഹബും ഒന്നും. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഓപ്ഷൻസിൽ വന്നുകൊണ്ട് ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് കാണാം സ്വിച്ചും ഹബും വന്നിട്ടുണ്ട്. എന്താണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത്ര റെലവൻസ് ഒന്നും ഇതിന് കൊടുക്കണ്ട. ബട്ട് യു നീഡ് ടു നോ വാട്ട് ഈസ് മോഡം. മോഡം നമ്മളുടെ കമ്പ്യൂട്ടറിനെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി, നെറ്റ്വർക്ക് വഴി ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി, പ്രധാനമായിട്ടും ടെലിഫോൺ ബേസ്ഡ് നെറ്റ്വർക്കിലാണ് മോഡം യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഡിജിറ്റൽ ഇൻഫർമേഷനെ അനലോഗ് ഇൻഫർമേഷൻ ആക്കി മാറ്റി ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മോഡം ഹെൽപ്പ് ചെയ്യുന്നത്. Then next is CPU. What is CPU? Central Processing Unit. It's an electronic circuitry within a computer that carries out instruction of a computer program by performing the basic arithmetic, logical, control and input and output operations specified by the instructions. So ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർട്ട് എന്ന് നമ്മൾ CPU നെ പറയും. CPU ആണ് വഴിയാണ് കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രോഗ്രാംസും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സർക്യൂട്ടറി മൊത്തം മാനേജ് ചെയ്യുന്നത് CPU-ലാണ്. ഓക്കെ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. പ്രോസസിംഗ് എല്ലാം നടക്കുന്നത് CPU-നകത്താണ്. സോ ഇതൊരു സർക്യൂട്ടറിയുടെ കണക്ഷൻ ആണ്. ഒരു കംപ്ലീറ്റ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷനും അതേപോലെ അരിത്തമെറ്റിക്കൽ, ലോജിക്കൽ യൂണിറ്റ്, ദെൻ കൺട്രോൾ യൂണിറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് CPU-നകത്താണ്. ഓക്കെ, CPU ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫർമേഷൻ ഫെച്ച് ചെയ്യുന്നു. ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ഫെച്ച് ചെയ്യുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുവാണെന്ന് വിചാരിക്കാം. സ്വിച്ച് ഓൺ ചെയ്യാനുള്ള ആ ഇൻസ്ട്രക്ഷൻ കളക്ട് ചെയ്യുന്നു ആദ്യം. അതിനുശേഷം ഇന്റർപ്രറ്റ് ദി ഇൻസ്ട്രക്ഷൻ, കളക്ട് ചെയ്ത ഇൻഫർമേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നു. ദെൻ ഫെച്ച് ദി ഡേറ്റ, ഈ സ്വിച്ച് ഓണുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതിന്റെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്യുന്നു. ദെൻ പ്രോസസ് ദി ഡേറ്റ, ഈ ഡേറ്റ വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ പ്രോസസ്സ് റൺ ചെയ്യുന്നു and write the data. ഇത്രയും ആക്ടിവിറ്റീസ് ആണ് CPU പ്രോസസ്സിൽ വരുന്നത്. ദാറ്റ് ഈസ് നോട്ട് റെലവൻറ്റ് ഫോർ us. CPU എന്ന് പറയുമ്പോൾ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. ഇതിനകത്ത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, അതായത് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും എല്ലാം ചെയ്യുന്നത് CPU-നകത്താണ്. അതുകൂടാതെ കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്, എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നു. ദെൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്, അതെല്ലാം ഇതിന്റെ പാർട്ട് ആയിട്ടാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. Then there is something called a GUI. GUI പലതവണ അതിന്റെ elaboration ചോദിച്ചിട്ടുണ്ട്. GUI is an acronym for Graphical User Interface. So whatever we see, നമ്മളുടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണോ കാണുന്നത്, നമ്മുടെ യൂസറും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് ആക്ച്വലി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. Represents all the program or computer resources as icons. നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ഐക്കൺസ് ഒക്കെ കാണാൻ പറ്റില്ലേ, അതെല്ലാം GUI ആണ്. നമ്മൾ ഈ കാണുന്നത്, നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ നമ്മളുടെ സ്ക്രീനിൽ കാണുന്നതെല്ലാം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിന് ഫേസ് ആണ്. Then workspace represented graphically creates virtual documents, more usable, led to wider use of computers, aids to the unique nature of the computer as both a tool and a medium. So കമ്പ്യൂട്ടറിനെ യൂസറുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെയാണ്, അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ കാണുന്നുണ്ടോ, നമ്മുടെ മുമ്പിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ അവതരിപ്പിക്കപ്പെടുന്നത്, നമുക്ക് അവിടെ ഒരു ഡെസ്ക്ടോപ്പ് കാണാം, നമുക്ക് അതിനകത്ത് ഡിഫറെന്റ് ഫയൽസ് കാണാം, ഇതെല്ലാം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. സോ ഇത്തരത്തിലൊരു ഗ്രാഫിക്കൽ ഇന്റർഫേസ് തരുന്നത് വഴി കമ്പ്യൂട്ടർ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാറും. ഓക്കെ, നമുക്കത് കാണാവുന്നതാണ്. നോക്കിയപ്പോൾ വേർഡ് എന്ന് പറയുമ്പോൾ അതിന്റെ സിമ്പിൾ കാണാം, വി ക്യാൻ ക്ലിക്ക് ദർ, റൈറ്റ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും GUI ആണ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. സോ ദാറ്റ് ഈസ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. Then there was another question, which of the what is the name for web page address? Web page addressനെ വിളിക്കുന്ന പേരെന്താണ്? That is URL. URL-ഉം സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ, വെബ് പേജ് അഡ്രസ് ഒക്കെ പറയുന്നത് www.edulites.com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെബ് പേജ് അഡ്രസ് ആണ്. ഓക്കെ, ആ വെബ് പേജ് അഡ്രസ്, ആ അഡ്രസ്സിനെയാണ് നമ്മൾ URL എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിവേഴ്സൽ എന്നാണോ എഴുതിയിരിക്കുന്നത്? സോറി, ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്.
അതാണ് ഞാനും പറഞ്ഞപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് വന്നത്. ഇറ്റ് ഈസ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിവേഴ്സൽ എന്നുള്ള മിസ്റ്റേക്ക് ആണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആൻഡ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ അഡ്രസ്സസ് ഓൺ ദി വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബിലെ അഡ്രസ്സുകൾ മനസ്സിലാക്കാൻ വേണ്ടി അഡ്രസ്സുകളെയാണ് ഈ ഓരോ URL-ഉം ഡിനോട്ട് ചെയ്യുന്നത്. എ URL is a fundamental network identification for any resource connected to the web. അതായത് വെബ് പേജ് ആയാലും ഇമേജസ് ആയാലും ഇതിനെ എല്ലാത്തിന്റെയും ഐഡന്റിഫിക്കേഷൻ. അതായത് നമ്മളിപ്പോ അടിച്ചു കൊടുക്കുമ്പോൾ വരുന്ന ആ സ്ക്രീനിനെ ലേബൽ ചെയ്തിരിക്കുന്നത് URL വെച്ചിട്ടാണ്. ഈ URL-ലായിരിക്കും നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ URL എന്ന് പറയുന്നത്. ഡേറ്റ അഡ്രസ് എന്ന് പറയാം, അല്ലെങ്കിൽ വെബ് പേജ് അഡ്രസ് എന്ന് പറയാം. ഇതെല്ലാം URL ആണ്. ദെൻ ഡേറ്റ സ്റ്റോറേജ് ഹൈറാർക്കി പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹൈറാർക്കി ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡേറ്റ സ്റ്റോറേജ് ആണ്, ഡേറ്റാബേസിന്റെ. സോ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് 1 എന്നുള്ള രീതിയിലാണ് ബിറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റുകൾ ചേരുമ്പോൾ ബൈറ്റ് ആവുന്നു. ദെൻ ഫീൽഡ് കിലോബൈറ്റ്, മെഗാബൈറ്റ് ആ ഒരു ക്ലാസിഫിക്കേഷൻ അല്ല, മറ്റൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ബിറ്റ് ആണ്. ദെൻ ബൈറ്റ് വരുന്നു, പിന്നീട് ഫീൽഡ് വരുന്നു. ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു കോളം, അതായത് ഒരു സ്പ്രെഡ്ഷീറ്റിന്റെ ഒരു കോളം. നമ്മൾ എക്സൽ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു കോളത്തെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോ ഇൻ എ സ്പ്രെഡ്ഷീറ്റ് ലൈക്ക് നെയിം ആൻഡ് അഡ്രസ്, ഫോൺ നമ്പർ. ഇതൊക്കെ ഒരു റെക്കോർഡ് എന്ന് പറയുന്ന ഏരിയ ആണ്. ഒരു ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് റെക്കോർഡ്സ്. നമുക്ക് തന്നിരിക്കുന്ന കുറെ ആളുകളുടെ പേരും അഡ്രസ്സും നമ്മൾ സേവ് ചെയ്യാന്ന് വിചാരിക്കുക. ഈ പേരുകൾ എന്ന് പറയുന്ന ഒരു റെക്കോർഡാണ്. അതേപോലെ അഡ്രസ് എന്ന് പറയുന്ന ഒരു റെക്കോർഡാണ്, ഫോൺ നമ്പർ എന്ന് പറയുന്ന റെക്കോർഡാണ്. ഈ റെക്കോർഡുകളുടെ കളക്ഷനെയാണ് നമ്മൾ ഫയൽ എന്ന് പറയുന്നത്. or you can say it's a table, ഒരു ഫയൽ എന്ന് പറയും. ഫയലുകളുടെ കളക്ഷനാണ് ഡേറ്റാബേസ്. ഓക്കെ, ഫയലുകളുടെ കളക്ഷനാണ് ഡേറ്റാബേസ്. ഇതൊരു ഡേറ്റ ഹൈറാർക്കിയാണ്. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ മുമ്പ് വന്നിട്ടുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ദി ഡേറ്റ സ്റ്റോറേജ് ഹൈറാർക്കി കൺസിസ്റ്റ് ഓഫ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ചെറിയ യൂണിറ്റ് ബിറ്റ് ആണ്. ദെൻ ബൈറ്റ്സ് വരുന്നു. ബൈറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് വരുന്നു. ദെൻ റെക്കോർഡ്, ഫീൽഡ്, റെക്കോർഡ്, ഫയൽസ്, ഡേറ്റാബേസ്. സോ അത്തരത്തിലാണ് അതിന്റെ ഹൈറാർക്കി വരുന്നത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ ഡൊമൈൻ നെയിം ഓൾറെഡി ടോൾഡ് യു, ORG സ്റ്റാൻഡ്സ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. ഓർഗനൈസേഷൻസ് നോട്ട് ചെയ്യുന്നത് നോൺ പ്രോഫിറ്റിനെയാണ്. വേറെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ .com ആണ് വരിക, കൊമേഴ്സ്. യുടെ ഫുൾ ഫോം, യുടെ ഫുൾ ഫോം യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ്. നമ്മുടെ USB ഡ്രൈവ് ഇല്ലേ, അതിനകത്ത് ആ കണക്ടിവിറ്റി, ആ ഒരു പോർട്ടിനെയാണ് USB എന്ന് പറയുന്നത്. ആ പോർട്ട് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സീരിയൽ ബസ് ടൈപ്പ് ടോപ്പോളജിയാണ്. അതൊക്കെ കമ്പ്യൂട്ടർ ടെർമിനോളജിയാണ്. നമുക്ക് അതിന്റെ ഫുൾ ഫോം മാത്രം അറിഞ്ഞാൽ മതി. ടോപ്പോളജി ബസ് ആയതുകൊണ്ട് യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ് അറിയപ്പെടുന്നത്. There are different types of ports. ഞാൻ ഇത് തരുമ്പോൾ, മെറ്റീരിയൽ തരുമ്പോൾ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേക്കുക. അത്ര റെലവൻസ് കൊടുക്കേണ്ട. കൊടുക്കുവാണെങ്കിൽ അത് HDMIയുടെ ഫുൾ ഫോമിന് മാത്രം കൊടുത്താൽ മതി. HDMI പോർട്ട് എന്ന് പറയുമ്പോൾ എവിടെ? ഇതാണ് HDMI പോർട്ട്. നമ്മുടെ ടിവിയുടെ ഒക്കെ ബാക്കിൽ HDMI പോർട്ട് ഉണ്ട്. ഓക്കെ, HDMI എന്ന് പറയുമ്പോൾ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ്. സോ ഹൈ ഡെഫിനിഷൻ വീഡിയോസ് നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടറുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഡിവൈസുകളുമായിട്ടോ കണക്ട് ചെയ്ത് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ട്രാൻസ്ഫർ ചെയ്യുക, കാണുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അത്തരത്തിലുള്ള ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇന്റർഫേസ് ആണ് HDMI, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. സോ ഇത്രയും കാര്യങ്ങളോട് കൂടി നമ്മളുടെ ICT മൊഡ്യൂൾ അവസാനിക്കുകയാണ്. സോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഞാനൊന്ന് പെട്ടെന്ന് രണ്ടോ മൂന്നോ കാര്യങ്ങൾ കൂടി പെട്ടെന്ന് പറയുകയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. Give me 1 second. സോ ഈ നമ്മളുടെ റെഗുലർ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, ബേസിക് തിങ്സ് ലൈക്ക് വാട്ട് ഈസ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ CPU, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മെറ്റീരിയൽ ഷെയർ ചെയ്യുവാണ്. അതിനകത്തൊന്ന് വായിച്ചേക്കണം. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
സോ ഞാൻ തരുന്ന മെറ്റീരിയലിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ബേസിക്സ് അതിനകത്ത് ഉണ്ടാകും. ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, പ്രോസസ്സർ എന്താണ്, മെമ്മറി എന്താണ്, ദെൻ ALU, റാം ഒക്കെ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് തന്നെ ഡിസ്കസ് ചെയ്താണ്. സോഫ്റ്റ്വെയർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ, GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, ദെൻ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, ഇതൊക്കെ ബേസിക് തിങ്സ് ആണ്. ഒരു തവണയൊന്ന് വായിച്ചു വിടേണ്ട കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളത് വായിച്ചതിന് ശേഷം ഏതെങ്കിലും ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. അത് എത്രമാത്രം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇഷ്യൂ ആയാലും എപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയാലും നിങ്ങൾ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, അതിനകത്ത് എന്തായാലും നമ്മൾ ഡിസ്കഷൻ നടത്തിയിരിക്കും. എല്ലാ ഏരിയയും കംപ്ലീറ്റ് കവർ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ്. സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, സോ അതോടുകൂടി നമ്മളുടെ ആദ്യത്തെ ഏരിയ ICT വൈൻഡപ്പ് ചെയ്യും. കമ്മ്യൂണിക്കേഷന്റെ ഒരു മൊഡ്യൂൾ, ഒരു ലെക്ചർ ഞാൻ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയ നമ്മൾ ക്ലാസ്സിൽ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യും. സോ I hope this session was worthy, right? Thank you everyone. Thank you for your time. Thank you very much.